സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു എന്ന ആ പ്രാർത്ഥന. അതിൽ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. അതിപ്പോൾ അർത്ഥം പറയേണ്ട കാര്യമില്ല. പക്ഷെ നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമുള്ള, ക്രിസ്തുമത വിശ്വാസികൾ മാത്രം താമസിക്കുന്ന, അവർക്ക് മാത്രം സ്വൈരമായി നടക്കാൻ കഴിയുന്ന, അവർക്ക് മാത്രം ആരാധനകൾ നടത്താൻ കഴിയുന്ന, അവരുടെ ദേവാലയങ്ങൾ മാത്രമുള്ള, അവരുടെ ആചാരങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം വരണമേ എന്നുള്ളതല്ല. ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് ആ രാജ്യം വരണം എന്നുള്ളതാണ്. എന്താണ് ക്രിസ്തു വിഭാവനം ചെയ്തത്? ഇവിടെ സമത്വമുള്ള, ഇവിടെ എല്ലാവരും ഒരുപോലെ പോകുന്ന, ആർക്കും വേദനയില്ലാത്ത, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു രാജ്യം വരണമേ എന്നുള്ളതാണ്. അതായത് ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് ആ രാജ്യം വരണമേ എന്നുള്ളതാണ്. എന്നാൽ നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇപ്പം ക്രിസ്ത്യാനികൾ മാത്രം ഉള്ളിടത്ത് നമ്മുടെ രാജ്യം വരണേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം മറ്റുള്ളവരെല്ലാം ആക്രമിച്ചിട്ട് നമ്മുടെ രാജ്യം മാത്രം സ്ഥാപിക്കണം എന്ന് പറയാമല്ലോ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താ സ്വർഗത്തിലെ ഇഷ്ടം? സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ? സുഗതി എത്ര തത്ര ഇത് സ്വർഗം എന്നാണ്. അതായത് നന്മ നിറഞ്ഞ ആളുകൾ, നന്മ നിറഞ്ഞ മുന്നോട്ടുള്ള പോക്ക്, നന്മകൾ മാത്രമുള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മൾ സ്വർഗത്തെ കാണുന്നത്. ആ സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ആവശ്യമുള്ള അന്നം തരണമേ എന്ന് വെച്ചാൽ ആവശ്യത്തിലധികം തരണമേ എന്നുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് തരണമേ എന്നുള്ളതാണ്. അങ്ങനെ മനോഹരമായ നമ്മളുടെ പ്രാർത്ഥനകളെയൊക്കെ തെറ്റായി വിവർത്തനം ചെയ്ത് നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും നമ്മളുടെ മതഗ്രന്ഥങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ ഇതിനെ വിവർത്തനം ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇടയ്ക്ക് പത്തനാപുരത്ത് ഒരു മതിലിൽ എഴുതി വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വാർത്ത വന്നിരുന്നു. എന്താ വെച്ചാൽ കള്ളനും കൊലപാതകയും വ്യഭിചാരിയും വിഗ്രഹാരാധകരും ഒക്കെ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് മായ്ച്ചു കളയുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞത് പാർട്ടിക്കാർ, ഈ പൊളിറ്റീഷ്യൻസ് ഒന്നും ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയതൊന്നുമല്ല. അത് ഞാൻ അടുത്ത സമയത്താണ് അറിയുന്നത്, അത് 5 വർഷമായിട്ട് ഇതേപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 വർഷമായി. ഈ 5 വർഷം ആരും ശ്രദ്ധിക്കാതെ പോയത്, ആരോ ഒരാൾ ശ്രദ്ധിച്ചിട്ട് അത് അവതരിപ്പിച്ചപ്പോൾ അത് മറ്റുള്ളവർ ആരോ അതൊരു വിഷയമായി അവരുടെ അവതരിപ്പിക്കുകയും അവർ മായ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, എത്രയോ നല്ല കാര്യങ്ങൾ ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ മഹത്തായ വചനങ്ങൾ ബൈബിളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള എത്രയോ മഹത്തായ വചനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പുറത്തേക്ക് ആളുകളുടെ മുമ്പിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണോ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും, നമ്മുടെ വരുന്ന കുഞ്ഞുങ്ങൾ പോലും, ഇവിടെ സംസാരിച്ചു തുടങ്ങിയത് മുഴുവൻ അതാണ്. എത്രത്തോളമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒത്തൊരുമയോടുകൂടി ആളുകൾ മുന്നോട്ട് പോകുന്നത്? ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും നമ്മുടെ വേദപഠന ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. കാരണം ഇവിടെ ഒരിക്കലും ഒരിടത്ത് പോലും മറ്റൊരാളെ ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഇവിടെ ബഹുമാന്യനായ ശ്രീ ആരോൺ ജോയി അച്ഛൻ എന്നോട് പറയുകയായിരുന്നു, സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും ആ സെമിനാരിയിൽ പഠിപ്പിക്കുമത്രേ. എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുമ്പോൾ അതിലെ നന്മകളാണ് സെമിനാരിയിൽ പഠിപ്പിക്കുന്നത് അത്രേ. അതായത് തിന്മകൾ ഒരിക്കലും സെമിനാരിയിൽ പഠിപ്പിക്കുന്നില്ല. ഒരു മതത്തെ, നമ്മൾ ആ മതഗ്രന്ഥത്തെ എടുത്താൽ വേണമെങ്കിൽ നമുക്ക് തിന്മകൾ അതിന് കണ്ടുപിടിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ പല കാര്യങ്ങളും അതിലുണ്ടാകും. അതിന് വേണം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു സെമിനാരിയിലെ പഠനം കഴിഞ്ഞിട്ട് വരുന്ന ഒരു അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ മതവിശ്വാസത്തിൻ്റെയും നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ നാട് മതസൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ്. വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയ കല്ലട വല്യപ്പൂപ്പൻ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്നും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ദേവീ ചൈതന്യത്തിൻ്റെ സഹോദരൻ എന്ന നിലയിൽ പോലും അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ നന്മയുടെ, മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇത് എന്നും നിലനിർത്തി പോകുവാൻ നമ്മുടെ വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് കൂടി സാധിക്കണം. നിങ്ങൾക്കത് സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ മതവിശ്വാസങ്ങളെ,
മതഗ്രന്ഥങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുവാനും നിങ്ങൾ ശ്രമിക്കണം. പലപ്പോഴും നമ്മളുടെ ബന്ധങ്ങളിൽ പല വിള്ളലുകൾ ഏൽക്കുന്നുണ്ട്. പരസ്പരം നമ്മൾ തമ്മിൽ സംസാരിക്കാറില്ല, പരസ്പരം മനസ്സിലാക്കാറില്ല, വീടുകളിൽ പോലും ഒന്ന് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാറില്ല. ശരിക്കും നേരത്തെ ഇവിടെ സംസാരിച്ചു, ആ സ്വാഗത പ്രാസംഗികൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു കഥ പറഞ്ഞ സംഭവം, ശ്രീ തോമസ് മാമൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു കഥ പറഞ്ഞത് ഒരു കുടുംബ ബന്ധത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കാതിരുന്ന സ്നേഹത്തെ പറ്റിയാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്നേഹത്തിനൊരു വിലയില്ല. ആ വിലയുണ്ടാകണമെങ്കിൽ നമ്മൾ ആ സ്നേഹം പുറത്ത് കാണിക്കണം. അത് എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകണം. മാതാപിതാക്കൾ തമ്മിലുണ്ടാകണം, മക്കൾ തമ്മിലുണ്ടാകണം, സഹോദരങ്ങൾ തമ്മിലുണ്ടാകണം. ആ ബന്ധം സ്നേഹം കാണിക്കണം എന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് പോലും ബൈബിളിൽ നമ്മളോട് പറയുന്നത്, സ്നേഹമുള്ളിടത്താണ് ദൈവം. സ്നേഹം ദൈവമാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്ന നിലയിലാണ്. നോക്കൂ, എത്ര മനോഹരമായ മഹത്തായിട്ടുള്ളൊരു വചനമാണ് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ്. സ്നേഹമുള്ളിടത്താണ് ദൈവം. അപ്പം നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നമ്മൾക്കുള്ള കടമകളെ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ഒന്ന് തീരുമാനിക്കണം. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഒരുപാട് പണമുള്ള ആൾ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് സ്വത്തുവകകളുള്ള ആളാണ് ഭാഗ്യവാൻ എന്ന് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരുപാട് വാഹനങ്ങളുള്ള, ഒരുപാട് ബിസിനസ്സുള്ള, ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് പ്രശസ്തിയുള്ള, ഒരുപാട് മക്കളുള്ള, കുടുംബ ബന്ധങ്ങളുള്ള ആളാണ് ഭാഗ്യവാൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സമാധാനം ആരാണോ ഉണ്ടാക്കുന്നത് അവരാണ് ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. അതിലൊരു വാചകം നിങ്ങൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി കേൾക്കണം. സമാധാനം ഉള്ളവർ അല്ല ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അതായത് മറ്റൊരാൾക്ക്, മറ്റൊരു കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന് സമാധാനമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അവരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഭാഗ്യവാന്മാരും അവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നത്. നോക്കൂ, എത്ര മഹത്തായ ഒരു വചനമാണ്. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ സമാധാനം തുടങ്ങണം. എത്രത്തോളം നമ്മുടെ മക്കൾ, പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്ന്. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരുപാട് പേരുമായി സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരിക്കലും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ആ സുഖം വേണ്ടെന്ന് വെക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് അവരുടെ ജീവിത രീതിയിലും അവരുടെ കാഴ്ചപ്പാടിലും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നത് തന്നെ പ്രശ്നമാണ്. ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞാണ്, ആ അവർ വിവാഹിതയായിരുന്നു, ഒരു മകനുണ്ടായി. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് മരണപ്പെട്ടുപോയി. അപ്പോൾ ഇവർ പിന്നീട് വീട്ടിൽ വന്നു. വീട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ സഹോദരൻ അവിടെയുണ്ട്. അപ്പം സഹോദരൻ വിവാഹിതനല്ല. അപ്പം സഹോദരന് വിവാഹ ആലോചനകൾ വരുമ്പോൾ ആലോചനകൾ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സഹോദരി വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വിവാഹ ആലോചനകൾ വരുന്നവർ തെറ്റിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു, മോളെ നീ എന്ന വേറൊരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, എൻ്റെ മകൻ മറ്റൊരാളെ അച്ഛ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല, നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വിഷമത്തോടുകൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് അവർ മറ്റൊരു സ്ഥലത്തൊരു വാടകയ്ക്ക് വീടെടുത്തു. അവർ അവിടെ താമസം തുടങ്ങി. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ ഓരോരോ വീടുകളിൽ ജോലിക്ക് പോയിട്ട് ആ വീട്ടിൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഈ മകനെ അവർ പഠിപ്പിച്ചു. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞപ്പോൾ ഈ അമ്മ, അറിയാലോ എത്ര വർഷങ്ങൾ കഴിഞ്ഞു, അവർ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകളിലൊക്കെ ആയി. അപ്പോൾ അവരാ മകനോട് പറഞ്ഞു, മോനെ ഇനി അമ്മയ്ക്ക് വയ്യടാ, നീ ഒരു കാര്യം ചെയ്യൂ, മോൻ എന്തെങ്കിലും ജോലിക്ക് പോകൂ, അമ്മയ്ക്ക് ഇനിയിപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻജിനീയറിംഗ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ ആഗ്രഹം സാധിക്കുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്കത് വിഷമായി. കാരണം എന്താ വെച്ചാൽ, ഒരു മകൻ അവന് പഠിക്കണം എന്ന ആഗ്രഹമുള്ളത് അച്ഛൻ്റെ മരണം കൊണ്ട് അവന് പഠിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളത് പൊതുവേ നമുക്ക് എല്ലാവർക്കും കേട്ടാലും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അമ്മ എന്ത് ചെയ്യുന്നറിയോ, അമ്മ അടുത്തൊരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ജോലികൾ ചെയ്തു തരാം,
നിങ്ങൾ എനിക്ക് കുറച്ചുകൂടി പൈസ തരൂ, ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പഠിപ്പിക്കാനാണ് എന്നുള്ള വാക്ക് ആ വീട്ടുകാർക്കും കുറച്ച് സന്തോഷം നൽകി. അങ്ങനെ അവർ ഈ മകനെ പഠിപ്പിക്കാൻ വേണ്ടി പണം നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ മകൻ പഠിച്ചു, എൻജിനീയറിംഗ് പഠിച്ച് അവൻ എൻജിനീയറിംഗ് നല്ല മാർക്കിൽ പാസ്സായി മിടുക്കനായി ഇറങ്ങി. അങ്ങനെ ഈ അമ്മ തന്നെ അവർ ജോലിക്ക് പോയ വീട്ടിലെ ഒരു അംഗത്തോട് പറഞ്ഞു, അവർ വിദേശത്താണ്, മകൻ എന്തെങ്കിലും ഒരു ജോലി വിദേശത്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ കൊടുക്കാം, പിന്നെന്താ, അവനെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വിദേശത്ത് പോയിട്ട് വിദേശത്ത് ജോലി ചെയ്ത് വരുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലെ അമ്മ ഇവരോട് വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒരു കാര്യം പറയാൻ പോവാണ്, നീ ഒന്ന് ശ്രദ്ധിക്കണം, സമാധാനത്തെ കേൾക്കണം. ഈ മോൻ എന്ത് ചെയ്യുന്നറിയോ, അവൻ അവിടെ ഒരു സ്ത്രീയുമായി ഒരു അടുപ്പമുണ്ടായിരുന്നു. അവരെന്തോ ഡിവോഴ്സായി നിൽക്കുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയും കൂടെ ഒരു മകനും ഉള്ളതാണ്. ഇവരെയും കൂടി ഈ പയ്യൻ അങ്ങ് വിദേശത്ത് കൊണ്ടുപോയി. അപ്പം ഇത് വലിയ വിഷമമാണ് ഈ അമ്മയ്ക്ക്. ഈ അമ്മ മോനെ വിളിച്ച് ചോദിച്ചു, മോനെ എടാ നീ എന്താണ് ഇങ്ങനെ കേൾക്കുന്നു, ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആ സംഭവം സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, മോനെ നീ പെട്ടെന്ന് നാട്ടിൽ വാടാ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മോൻ എന്താ ഇങ്ങനെ ചെയ്തത്, അമ്മ മോന് വേണ്ടിയല്ലേ ജീവിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആ അമ്മയോട് പറഞ്ഞത് എന്താ അറിയോ, അമ്മയ്ക്ക് വേണേ പോയി വേറെ കല്യാണം കഴിച്ചു, എനിക്ക് ഇവളെ കെട്ടാൻ പറ്റുള്ളൂ എന്ന്. ആലോചിച്ച് നോക്കൂ, ആ അമ്മ 70 വയസ്സായ ഒരു സ്ത്രീ, അവന് വേണ്ടി ജീവിതത്തിലെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് അവനെ പഠിപ്പിച്ച് അവന് വേണ്ടി ജോലിയെടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവന്ന ആ സ്ത്രീ അവസാനം ഒരു പ്രശ്നം വന്നപ്പോൾ 70-ാമത്തെ വയസ്സിൽ അവരോട് നിങ്ങൾ പോയി വേറെ കല്യാണം കഴിച്ചോളൂ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മളുടെ മക്കൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും മക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, അതിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പണ്ടുണ്ടായിരുന്ന കെട്ടുറപ്പുകളില്ല. പണ്ടൊരു കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ സ്വഭാവം നോക്കിയാൽ, അതിൻ്റെ ബിഹേവിയർ നോക്കിയാൽ ആ വീട്ടിലെ മുതിർന്ന അംഗത്തിന് എന്താണ് ആ കുട്ടിയുടെ മനസ്സിലെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ അപ്പൂപ്പനമ്മൂമ്മമാരെ നമ്മുടെ വീട്ടിലധികം എൻ്റർടൈൻ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടി കയറി വരുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിലോ ഭാവത്തിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ആ പ്രായമുള്ളവർക്കാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ മക്കളുടെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് അവരെ പറ്റി ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പോലും അത് നമ്മളെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കണം എന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അവർ തരുന്ന സൗഭാഗ്യങ്ങൾ പലപ്പോഴും അവരുടെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് നാളെ ഒരു ജോലി കിട്ടുമ്പോൾ, നമ്മൾ നല്ലൊരു നിലയിലെത്തുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിൽ എന്താണോ സുഖം കൊടുക്കാനുള്ളത്, അവരുടെ ജീവിതത്തിൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വിമാനത്തിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞ് അവരുടെ ചിതാഭസ്മവും കൊണ്ടല്ല നമ്മൾ വിമാനത്തിൽ പോകേണ്ടത്. പകരം ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ അവർക്ക് ആഗ്രഹം അത് സാധിച്ചു കൊടുക്കണം. എല്ലാ മതങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും മുതിർന്നവരെയും മാതാപിതാക്കളെയും മറ്റും ബഹുമാനിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോകണം. അങ്ങനെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കിയില്ലെങ്കിൽ ഈ വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു കാരണക്കാർ നമ്മൾ കൂടിയാകും. പലപ്പോഴും ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറുള്ളത്, ഈശ്വരവിശ്വാസം ഉള്ളവർക്ക് എന്താണ് ജീവിതത്തിൽ വിജയം എന്നാണ്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അത്തരത്തിലുള്ള ചില സജഷൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വലിയ സമ്പന്നരാണെന്ന നിലയിൽ, വലിയ ഔദ്യോഗിക തലത്തിലിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, വലിയ പണമുണ്ടാക്കിയ ആളുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല സൗഭാഗ്യത്തിൽ കഴിയുന്ന ആളുകൾ എന്നുള്ളവരെ നോക്കിയാൽ അവരിപ്പോഴും ദൈവവിശ്വാസികളായി തുടരുന്നു എങ്കിൽ ആ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല അവർ ആ സമ്പത്ത് നേടിയത്, പക്ഷേ ആ ദൈവവിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. നമുക്കറിയാം, ബൈബിളിൽ വളരെ പ്രശസ്തമായ ഒരു ഉദാഹരണ കഥ പറയാറുണ്ട്. അതായത് തൻ്റെ അത്തിത്തോട്ടത്തിൽ തോട്ടമുടമ തോട്ടക്കാരനോട് പറഞ്ഞു, ഫലമുണ്ടാകാത്ത വൃക്ഷങ്ങൾ അത് മുറിച്ചു കളയാൻ പറഞ്ഞു. കാരണം ഫലമുണ്ടാകാത്ത വൃക്ഷങ്ങൾ ബാധ്യതയാണ്, അതവിടെ നിന്നാൽ നമുക്കൊരു ഗുണവും തരില്ല. അതുകൊണ്ട് ഫലമുണ്ടാകാത്ത വൃക്ഷങ്ങൾ മുറിച്ചു കളയുവാൻ തോട്ടക്കാരനോട് തോട്ടമുടമ പറഞ്ഞപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞത്, നമുക്ക് 1 വർഷം കൂടി നോക്കാം, കുറച്ച് കാലം കൂടി നോക്കാം എന്നാണ്. അതൊരു ഉപമയാണ്.
ആ തോട്ടമുടമ എന്ന് പറയുന്നത്, ആ വസ്തുവിൻ്റെ ഉടമ എന്ന് പറയുന്നത് കർത്താവും തോട്ടക്കാരൻ എന്ന് പറയുന്നത് ഈശോ മിശിഹയുമാണ്. അപ്പോൾ നമുക്ക് കർത്താവ് ഇവനെ കൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞ് മുറിച്ച് കളയാൻ പറയുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് ഒരു സാധ്യത കൂടിയാണ് തരുന്നത്. എന്താണ് ആ സാധ്യത? ഓരോ ആളുകൾക്കും അവരവരുടെ ജീവിതത്തിൽ അവരവർ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയമേവ ചോദിക്കാനുള്ള ഒരവസരമാണ്. നമ്മളെ കർത്താവ് പരിപാലിക്കുന്നത്, യേശു നമ്മളെ നോക്കുന്നത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിലേക്കാണ് നോക്കുന്നത്. അത് അവർക്കെന്തെങ്കിലും പുണ്യമുണ്ടോ എന്നല്ല നോക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏത് റോളാണോ നമ്മൾ അഭിനയിക്കുന്നത്, ഏത് റോളിലാണോ നമ്മൾ ജീവിക്കുന്നത്, ആ റോളിന് ഗുണകരമായ, സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്ന കടമകൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കുട്ടികൾ മാതാപിതാക്കൾക്ക് നൽകേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് കുട്ടികളും നോക്കുക. അത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഏത് ആരാധനാലയത്തിലും, പ്രത്യേകിച്ച് ക്രിസ്തീയ ആരാധനാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. എന്താണ് ആ പോസിറ്റീവ് വൈബ് എന്നറിയോ? അവിടെ നമ്മൾ എവിടെ നോക്കിയാലും ക്രിസ്തുവിൻ്റെ രൂപം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്നു എങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സന്തോഷമുള്ള, സൗന്ദര്യമുള്ള, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കൂളായിരിക്കുന്ന മുഖങ്ങളുള്ള ചിത്രങ്ങളായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാകുക. അത് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ സന്തോഷമാണ് നൽകുന്നത്. പക്ഷേ അങ്ങനെയായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ വിചാരണ നേരിട്ടിട്ട് മുമ്പോട്ട് പോയ ക്രിസ്തു, നിങ്ങൾ ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഓർക്കുക. ഞാനത് കുടുംബ ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിചാരണ നേരിട്ടിട്ട് മുന്നോട്ട് പോയ ക്രിസ്തു, ആ ക്രിസ്തു മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടലുകളാണ് അദ്ദേഹത്തിന് ഏർപ്പെടേണ്ടി വന്നത്. കർത്താവിൻ്റെ മനുഷ്യ അവതാരമായിരുന്നു ക്രിസ്തു. ആ മനുഷ്യ അവതാരം പൂണ്ട അദ്ദേഹം ജീവിതത്തിൽ എന്തെല്ലാം വേദനകളായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ മാലാഖമാർ പറഞ്ഞത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്നാണ്. അങ്ങനെ നല്ല മനസ്സുള്ളവരെ ഉണ്ടാക്കുവാനാണ് ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. പിലാത്തോസിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ക്രിസ്തു കാൽവരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദനകൾ ശാരീരികമായ പീഡനകളെക്കാൾ ഉപരി ഒരുപാട് ജീവിതത്തിലെ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും മാറ്റി നിർത്തപ്പെടലുകളും ക്രിസ്തു സഹിച്ചില്ലേ? അത് നമുക്ക് വേണ്ടിയാണ് സഹിച്ചത്. ചാട്ടവാറടിയേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളു പിടയുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി അതിനെയെല്ലാം ക്രിസ്തുദേവൻ സഹിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ കുരിശ് ചുമക്കുവാനുള്ള ശക്തിയില്ലാതെ നിലത്തേക്ക് വീഴുമ്പോൾ, നിലത്തൂടെ അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ മുറിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, അദ്ദേഹത്തെ ആ കുരിശിലേറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആണി തറയ്ക്കുമ്പോൾ അവിടെ നിന്നിരുന്ന അമ്മമാരും അവിടെ കൂടിയ ആളുകളുമൊക്കെ നിലവിളിച്ച് കരയുമ്പോൾ ക്രിസ്തു പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കരയുക എന്ന്. ഇന്ന് നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അന്ന് ഒരിറ്റ് കണ്ണുനീര് പോലും പൊടിക്കാതിരുന്ന ക്രിസ്തു ഇന്ന് കരയുന്നുണ്ടാകില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ, രാജ്യങ്ങൾ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സമൂഹം ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ ഇന്ന് പൊടിയുന്നുണ്ടാകില്ലേ? അദ്ദേഹം വേദനിക്കുന്നുണ്ടാകില്ലേ? ക്രിസ്തു വിഭാവനം ചെയ്ത ഒരു രാജ്യമുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്തു എല്ലാം സമത്വത്തോടുകൂടി ജീവിക്കുവാൻ, എല്ലാവരും സാഹോദര്യത്തോടുകൂടി കഴിയുവാൻ വേണ്ടി ക്രിസ്തു വിഭാവനം ചെയ്ത ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യമാണോ ഇന്നുള്ളത്? ആ കുടുംബ ബന്ധങ്ങളാണോ ഇന്നുള്ളത്? ആ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പാണോ ഇന്നുള്ളത്? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള അറിവുകളാണ്. നമ്മളിപ്പോൾ ഇന്ന് നോമ്പ് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളത്തെ ഞായറാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് എന്നെനിക്ക് തോന്നുന്നു. ക്രിസ്തു രോഗിയെ സൗഖ്യമാക്കിയ ഒരു ഞായറാഴ്ചയാണ് നാളെ നമ്മൾ ആചരിക്കാൻ പോകുന്നത്. നോക്കൂ, ഒരു വിശ്വാസം, നമ്മളൊരു നോമ്പെടുക്കുമ്പോൾ ആ നോമ്പെടുക്കുന്നത് പുറമേ നമ്മൾ നോമ്പെടുക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി നോമ്പെടുക്കുന്നതിൽ യാതൊരു പുണ്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേവലം ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു ക്രമീകരണം മാത്രമല്ല നോമ്പെടുപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് ക്രിസ്തുവിനെ ജനിപ്പിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലല്ല. കർത്താവ് ക്രിസ്തുവിനെ ജനിപ്പിച്ചത് ഒരു വലിയ കൊട്ടാരത്തിലല്ല.
കർത്താവ് ക്രിസ്തുവിനെ ജനിപ്പിച്ചത് ഒരു മണിമാളികയിലല്ല, പകരം കർത്താവ് ക്രിസ്തുവിന് ജനനം നൽകിയത് ഒരു കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ സ്ഥലമാണ്, പണക്കാരന്റെ സ്ഥലമല്ല. കാലിത്തൊഴുത്ത് പാവപ്പെട്ടവന്റെ സ്ഥലമാണ്. എന്തിനാണ് അങ്ങനെ ക്രിസ്തുവിനെ കാലിത്തൊഴുത്തിൽ ജനിപ്പിച്ചത്? നമ്മളുടെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും ഉണ്ടാകും എന്ന് നമ്മളെ അറിയിക്കാനാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നോമ്പെടുപ്പിക്കുന്നു. ഈ നോമ്പെടുപ്പിക്കുന്ന സമയത്ത് ഒരു ദിവസമെങ്കിലും എൻ്റെ ഒരു സജഷൻ, അവരെ പായ വിരിച്ച് നിലത്ത് കിടത്തി ഒന്ന് ഉറക്കണം. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച ഒരു കാര്യമാണ്. AC ഇല്ലാതെ ഉറങ്ങില്ല എന്നുള്ളത് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ കേവലം ഭക്ഷണത്തിലെ നോമ്പ് മാത്രമല്ല, നമ്മുടെ കണ്ണുകൾ നോമ്പായിരിക്കണം, നമ്മുടെ കാതുകൾ നോമ്പായിരിക്കണം, നമ്മുടെ കൈകൾ നോമ്പായിരിക്കണം, നമ്മുടെ കാലുകൾ നോമ്പായിരിക്കണം, നമ്മുടെ വയർ നോമ്പായിരിക്കണം, നമ്മുടെ മനസ്സ് നോമ്പായിരിക്കണം. കണ്ണുകൾ നോമ്പായിരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കണം എന്നുള്ളതല്ല. നല്ല കാഴ്ചകൾ മാത്രമേ നമ്മൾ നോമ്പ് സമയത്ത് കാണാവൂ. നമ്മുടെ കാതുകൾ നോമ്പാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവി അടച്ചിരിക്കണമെന്നല്ല. നല്ല വാക്കുകൾ, നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ചെവികൾ കൂർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാമ്പുകൾ നോവായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണമെന്നല്ല. നല്ല വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരണം. നമ്മുടെ മൂക്കുകൾ നോമ്പായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ മാത്രം സ്മെല്ല് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൈകൾ നോമ്പായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ, നല്ല ദാനകർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കൈകൾക്ക് സാധിക്കണം. കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നീ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ സഹോദരനോട് പൊരുത്തപ്പെടാനാണ്. അങ്ങനെ ആരോടെങ്കിലും പൊരുത്തപ്പെടാനുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ പൊരുത്തപ്പെടണം. അതിലൊരു ഈഗോയും വിചാരിക്കേണ്ട കാര്യമില്ല. മനസ്സ് നോമ്പായിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, എന്താണ് മനസ്സ് നോമ്പാകണം എന്ന്? നിങ്ങൾ ഇന്നത്തെ ആധുനികമായ പഠനം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് മനസ്സും നോമ്പായിരിക്കണം എന്ന് പറയുന്നതെന്ന്. നമ്മളൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്യണമെന്നില്ല നമ്മൾ തെറ്റുകാരനാകണം എന്നുണ്ടെങ്കിൽ. നമ്മളുടെ മനസ്സിൽ ആ തെറ്റ് വിചാരിച്ചാൽ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണോ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് അത് അപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചു. സത്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വായിച്ചതാണ്. നമ്മൾ ഒരാളെ കൊല്ലണമെന്ന് ചിന്തിച്ച് വാശിയോടുകൂടി കൊല്ലുമെന്ന് പറഞ്ഞാൽ ആ കൊല്ലുന്ന സമയത്ത് എന്തൊക്കെ രാസമാറ്റങ്ങളാണോ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് അതൊക്കെ ഈ പറയുന്ന സമയത്തും ഉണ്ടാകുമെന്ന് ആധുനിക സയൻസ് കണ്ടുപിടിച്ചു എന്ന് ഞാനൊരു ആർട്ടിക്കിളിൽ വായിക്കുമ്പോൾ, എത്രയോ കാലത്ത് നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നോമ്പായിരിക്കണം, നിങ്ങളുടെ കാലുകളും നോമ്പായിരിക്കണം, നല്ല വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലത്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു 2 ദിവസം നമ്മൾ ഒരു പായ വിരിച്ച് നിലത്ത് കിടത്തി ഉറക്കണം. കാരണം ജീവിതത്തിൽ സുഖങ്ങൾ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കാൻ നമ്മൾ ശ്രമിക്കണം. ക്രിസ്തു എപ്പോഴും പറയുന്നതും അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നതിൻ്റെ ഒരു ആകത്തുക നോക്കിയാൽ നമ്മളുടെ മതഘോഷണങ്ങൾ എന്ന് പറയുന്നത് വലിയ ബഹളമുണ്ടാക്കുന്ന സ്ഥലത്തല്ല ക്രിസ്തുവുള്ളത്, നിശബ്ദതയിലാണ്. നമ്മൾ മൗനമായി നിശബ്ദതയിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വരെ ക്രിസ്തു നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ബഹളമയമായ പ്രാർത്ഥനകൾ ഒന്നുമല്ല നമ്മൾ കർത്തൃ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അംഗീകരിക്കപ്പെടുന്നത്. മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ ബൈബിളിൽ ഒരു കഥ വായിച്ചതാണ്. ഒരിക്കൽ ക്രിസ്തു ഒരു രോഗിയായിട്ടുള്ളൊരു കുട്ടിയെ സുഖപ്പെടുത്താൻ പോകുമ്പോൾ ആളുകളെല്ലാം കൂടി വലിയ ബഹളമായി. അപ്പോൾ ഒരു രോഗം ബാധിച്ച ശരീരത്തിൽ വ്രണവുമൊക്കെ ആയിട്ടുള്ള ഒരു യുവതി, ആ യുവതി ക്രിസ്തുവിനെ ഒന്ന് തൊട്ടാൽ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ, ക്രിസ്തു ഒന്ന് പ്രാർത്ഥിച്ചാൽ, ക്രിസ്തു ഒന്ന് നോക്കിയാൽ, കർത്താവ് ഒന്ന് നോക്കിയാൽ എൻ്റെ ഈ രോഗം മാറുമെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ, അവർ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ തെങ്ങിത്തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ക്രിസ്തുവിനെ ഒന്ന് തൊടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അനുചരന്മാരും ക്രിസ്തുവിൻ്റെ ആരാധകരുമൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് വരുമ്പോൾ കഷ്ടപ്പെട്ടൊന്ന് തൊടാൻ വേണ്ടി നിന്ന് അവർക്ക് അവസാനം തൊടാൻ കഴിഞ്ഞത് ക്രിസ്തുവിൻ്റെ ആ തിരുവസ്ത്രത്തിലാണ്. ആ തിരുവസ്ത്രത്തിൽ തൊട്ട ഉടൻ തന്നെ അവരുടെ രോഗം ശമിച്ചു. അവരുടെ രോഗം ആ സെക്കൻഡിൽ ശമിച്ചു. ഇത് മനസ്സിലാക്കിയ ക്രിസ്തു ചോദിച്ചു, ഇപ്പോൾ ആരാണ് എന്നെ തൊട്ടത് എന്ന്. അപ്പോൾ അനുചരന്മാർ പറഞ്ഞു, ക്രിസ്തു പ്രഭു അല്ലെങ്കിൽ സഹോദര എന്താണ് വിളിച്ചത്? അത് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ശരീരത്തിൽ
തൊട്ടതല്ല. ശരീരത്തിൽ എത്രയോ ആളുകൾ തൊട്ടു, എത്രയോ ആളുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ എത്രയോ പേർ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടാകും എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഇല്ല, മനസ്സർപ്പിച്ച് ആരോ തൊട്ടു എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബഹളം വെച്ചുകൊണ്ട്, നമ്മൾ വലിയ പ്രഘോഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, വലിയ ആഡംബരം കാണിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൊന്നും ഒരു പുണ്യവുമില്ല. മനസ്സർപ്പിച്ച് എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് പുണ്യം എന്ന് ക്രിസ്തുദേവൻ നമ്മളെ പഠിപ്പിച്ചു. ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ എൻ്റെ പ്രസംഗവും കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനായ ബാലഗോപാൽ സാർ എത്തിയിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് നന്മകൾ ചെയ്യാനാണ്. ബൈബിളിൽ പോലും പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ ആരാകണമെന്ന് പറഞ്ഞിട്ടില്ല, ഏത് മതവിശ്വാസി ആകണമെന്ന് പറഞ്ഞിട്ടില്ല, ഏത് ജാതിക്കാരനാകണമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. ഹൈന്ദവ ഗ്രന്ഥത്തിൽ പോലും ഈശ്വര പൂജ എന്ന് പറയുന്നത് കാമാദ്യഭേദം ഹൃദയം വാദദുഷ്ടാനൃതാഹിതൈ ഹിംസാദിപിച്ചരഹിത മേതദീശ്വര പൂജനം എന്നാണ്. ഒന്നിനോടും അമിതമായി ആഗ്രഹം തോന്നാതിരിക്കുക, കാമാദ്യഭേദം ഹൃദയം, വാദദുഷ്ട ദുർവാക്കുകൾ പറയാതിരിക്കുക, അഹിത മറ്റുള്ളവർക്ക് ഹിതപരമായ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക, ഹിംസാദിപിച്ചരഹിത, അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കൽ മാത്രമല്ല, മനസാ കർമ്മണാവാച സർവഭൂതേഷു സർവദാ അക്ലേശ ജനനം പ്രോക്താം അഹിംസാത്വേന യോഗിബി എന്നാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം, പിന്നെയോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക. സമ്പത്തിനോടേറെ പ്രിയമുണ്ടായിരിക്കെ അത് അടുത്ത ബന്ധുക്കൾക്കോ അഗതികൾക്കോ ചോദിച്ചു വരുന്നവർക്കോ വഴിയാത്രക്കാർക്കോ ആവശ്യമുള്ളവർക്കോ ദാനം ചെയ്യുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സക്കാത്ത് നൽകുക എന്ന് പഠിപ്പിക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും നമുക്ക് പുണ്യകരമായിട്ടുണ്ട്. നന്മകൾ വിരിയട്ടെ ലോകത്ത്, യുദ്ധഭീതി ഒഴിയട്ടെ, എല്ലാവരും ഒന്നുപോലെ പോകുന്ന ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്ത സ്നേഹത്തോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലായിടത്തും സ്നേഹം പരക്കട്ടെ. നമസ്കാരം.